بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد തൗഹീദുള്ള ആളുകളോട് അത് എനിക്കും ആദ്യം പിന്നെ നിങ്ങൾക്കും ഉള്ള വസിയത്തുകൾ, അതൊരു വ്യക്തി എന്ന നിലയ്ക്കുള്ള വസിയത്തുകൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ വേഗത്തിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് തൗഹീദ് ഉള്ള ആളുകൾ എന്ന ബാധ്യത പൂർത്തീകരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില നസീഹത്തുകൾ. അതിലൊന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കണം, തൗഹീദുള്ള ആളുകൾ അവരെ നമ്മുടെ മനസ്സിൽ അവർക്ക് വേറെ തന്നെ ഒരു സ്ഥാനവും അവരെ നമ്മൾ വേറെ തന്നെ ഒരു പ്രത്യേകം ഇഷ്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് തൗഹീദിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്, പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. തൗഹീദുള്ള ആളുകളെ സ്നേഹിക്കുക, തൗഹീദിന്റെ വക്താക്കൾ. ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ ഒരാളിൽ മറ്റെന്തൊക്കെ മോശം ഗുണങ്ങളുണ്ടെങ്കിലും ആ തൗഹീദ് കാരണത്താൽ അവനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, മറ്റുള്ള തിന്മകൾ കൊണ്ട് അതുണ്ടാകുമ്പോൾ വെറുപ്പുണ്ടാവരുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. തെറ്റുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള വെറുപ്പുണ്ടാവണം. എന്നാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തൗഹീദുള്ള ഒരാളെ തൗഹീദ് ഇല്ലാത്ത ഒരാളെ പോലെ നമ്മൾ വെറുക്കുന്നത് ഒരിക്കലും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിൽ തൗഹീദുള്ളവർക്കൊരു പ്രത്യേക സ്ഥാനം, പരിഗണന, സ്നേഹം നമ്മൾ നൽകേണ്ടതുണ്ട്. ഒരാളിൽ ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കുകയും തൗഹീദ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെക്കാൾ ശ്രേഷ്ഠനാണ് ആര്, ഒരുപാട് തിന്മകൾ ഉണ്ടായിരിക്കുകയും എന്നാൽ അതിനോടൊപ്പം തൗഹീദ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവർ. മനസ്സിലാക്കണം, ഒരാൾക്ക് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട്, പക്ഷെ അയാൾക്ക് തൗഹീദില്ല. അയാളെക്കാൾ മികച്ച ആളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആര്, ഒരുപാട് തിന്മകളും എന്നാൽ തൗഹീദ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം, ഈ ഒരു ബോധ്യം നമുക്ക് വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും തൗഹീദുള്ള ഒരാളും തൗഹീദ് ഇല്ലാത്ത ഒരാളും സമമാകാൻ പാടില്ല. തൗഹീദുള്ള ഒരാളും തൗഹീദ് ഇല്ലാത്ത ഒരാളും സമമാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പറയുമ്പോൾ തൗഹീദുള്ള ആളുകളിൽ കാണുന്ന ന്യൂനതകൾ, അപാകതകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ പെരുമാറ്റം ഏറ്റവും നല്ല മയപ്പെട്ട രൂപത്തിലായിരിക്കേണ്ടതുണ്ട്, ഏറ്റവും സൗമ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടതുണ്ട്, പരമാവധി റഹ്മത്തോടുകൂടി ആയിരിക്കേണ്ടതുണ്ട്, പരമാവധി അനുകമ്പ നമ്മൾ അവരോട് പാലിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളോട് പോലെയല്ല. കാരണം തൗഹീദുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സഹോദരനാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനുകളും മുഅ്മിനാത്തുകളും പരസ്പരം അങ്ങേയറ്റം അടുത്ത ആത്മമിത്രങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനുകൾ ഇഖ്വ, സഹോദരന്മാരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഒരുമയും സ്നേഹവും അതെന്തുകൊണ്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ, അത് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തൗഹീദുള്ള ആളുകൾ അവർ ഒരൊറ്റൊരു വിഭാഗമായിരുന്നോ, അതല്ലെങ്കിൽ കുറേ ഇന്നത്തെ പോലെ കുറേ ഗ്രൂപ്പുകളും വിഭാഗങ്ങളും കക്ഷികളും ഒക്കെ ആയിരുന്നോ? എത്ര വിഭാഗം ഉണ്ടായിരുന്നു? അവരെങ്ങനെ ഒറ്റൊരു വിഭാഗമായത്? നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് ഈ തൗഹീദ് കിട്ടുന്നതിന് മുമ്പ് അവർ ഭിന്നിപ്പിലായിരുന്നു. ശക്തമായ ശത്രുതയിലും കടുത്ത വെറുപ്പിലും വിദ്വേഷത്തിലായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ഗോത്രങ്ങളോട് പോലും ചെറിയ നിസ്സാരമായ വിഷയങ്ങൾക്ക് മാസങ്ങൾ കണക്ക് യുദ്ധം ചെയ്തിരുന്ന അതേ ആളുകൾ തന്നെ ഏതോ നാട്ടിലെ ആളുകളെ സ്വന്തം സഹോദരന്മാരെക്കാൾ സ്നേഹിക്കുകയും അവരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് ഈ തൗഹീദ് കൊണ്ടാണ്.
എന്ന് വെച്ചാൽ അവരെ ഒന്നാക്കിയത്, ഒറ്റക്കെട്ടാക്കിയത്, ഒരൊറ്റൊരു വിഭാഗമാക്കിയത് തൗഹീദാണ്. തൗഹീദ് കൊണ്ടാണ് അവരൊന്നായത്. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? തൗഹീദ് ഉള്ളവർ തന്നെ പല കക്ഷികളാണ്, പല ഗ്രൂപ്പുകളാണ്, പല വിഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്വഹാബത്തിന് തൗഹീദ് സ്വീകരിച്ചപ്പോൾ അവരൊന്നായതും നമ്മൾ തൗഹീദ് സ്വീകരിച്ചിട്ടും ഒന്നാവാത്തത് എന്തുകൊണ്ടാ? തൗഹീദ് ഒരു സമൂഹത്തെ ഒന്നാക്കുകയില്ലേ? ആക്കൂലേ? ആക്കും. മറിച്ച് സ്വഹാബത്ത് എങ്ങനെ അവരുടെ തൗഹീദ് അവരെ ഒന്നാക്കിയോ അതേ അവസ്ഥയിലേക്ക്, ക്വാളിറ്റിയിലേക്ക് നമ്മുടെ തൗഹീദ് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അവരുടെ അതേപോലത്തെ തൗഹീദ് നമ്മളുമായി കഴിഞ്ഞാൽ അവരെങ്ങനെ ഒന്നായോ അതിനേക്കാൾ, അല്ലെങ്കിൽ അതേപോലെ നമ്മൾ ഒന്നാവും. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ എത്രയോ മോശം അവസ്ഥയിലായിരുന്നു സ്വഹാബത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ഒന്നാകാൻ നമ്മൾ വിചാരിക്കണ്ട, പ്രതീക്ഷ നമ്മൾ എന്ത് ചെയ്യേണ്ട, അവസാനിപ്പിക്കണ്ട. ഇതിനേക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ജാഹിലിയത്തിലുണ്ടായിരുന്നത്. അതെങ്ങനെയായി? എത്ര മനോഹരമായ ഒരുമയിലേക്ക് എത്തി തൗഹീദ് കാരണത്താൽ, അല്ലേ? പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു, അബിസീനിയക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു, റോമാക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരൊറ്റൊരു സൊഫിൽ സ്വന്തം സഹോദരന്മാരെ, വീട്ടുകാരെ, കുടുംബക്കാരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പരസ്പരം സ്നേഹിക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഈ തൗഹീദ് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ദീനുൽ ഇസ്ലാമിൽ ബിദ്അത്തിന്റെ കക്ഷികൾ, പുത്തനാചാരത്തിന്റെ ആളുകൾ, അവരെങ്ങനെയാണ് രൂപം കൊണ്ടത്, അവരെങ്ങനെയാണ് ഈ ദീനിൽ ഉണ്ടായിത്തീർന്നത്, ഉരുത്തിരിഞ്ഞു വന്നത് എങ്ങനെയാണ്, അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ കാരണം, റീസൺ മനസ്സിലാവും. നമുക്ക് പ്രശ്നം മനസ്സിലാണ് പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് പ്രശ്നം? അവരെങ്ങനെയാണ് ഈ ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടായത്? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പോലെ പല തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾ അവരെങ്ങനെ ഈ ഉമ്മത്തിൽ ഉണ്ടായി? മുസ്ലിമീങ്ങൾക്കിടയിൽ, സ്വഹാബത്തിനിടയിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല? ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം ഇസ്ലാമിൽ വന്ന ബിദ്അത്തിന്റെ കക്ഷികൾ ആരാ? ഖവാരിജുകൾ എന്തുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികളായി തീർന്നത്? ദുനിയാവിനോടുള്ള ആഗ്രഹം കൊണ്ടാ? സമ്പത്തിനോടുള്ള മോഹം കൊണ്ടാ? പിന്നെന്തുകൊണ്ടാ? അധികാരം ആഗ്രഹിച്ചുകൊണ്ടാ? എന്തുകൊണ്ടാണ്? എങ്ങനെ അതിലേക്ക് എത്തി? ഖുർആനിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസുകൾ അവർ മനസ്സിലാക്കിയത് സ്വഹാബത്ത് മനസ്സിലാക്കിയത് പോലായിരുന്നില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു പല ആയത്തുകളും തെളിവ് പിടിച്ചിട്ട്, മറ്റു പല ഹദീസുകളും തെളിവ് പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്തുകൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? മുഅ്മിനുകളുടെ വിഷയത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ ഖുർആനെ പിൻപറ്റണമെന്നേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ അവർ ആ ഖുർആനിനെ മനസ്സിലാക്കുന്നതിൽ അവർക്ക് സംഭവിച്ച പിഴവാണ് എന്ത് ചെയ്തത്? അവരെ ബിദ്അത്തിന്റെ കക്ഷികളാക്കി തീർത്തത്. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു തൗഹീദിന്റെ വക്താവിനോടും നമുക്ക് പറയാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, അവരുടെ തെറ്റായ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ, അവരെ ശരിയായ തൗഹീദിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് അവരോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ ഏതൊരു ആയത്ത് മനസ്സിലാക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും, ഏതൊരു ഹദീസ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ആ ആയത്തും ഹദീസും സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, അവരെങ്ങനെ അത് പ്രാക്ടിക്കലാക്കി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തി
എന്നിട്ട് നിങ്ങളുടെ നിലപാട് അതിനോട് യോജിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ ശരിയായ രീതിയിലാകുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഭിന്നിപ്പ് ഇല്ലാതാക്കാൻ എല്ലാ തൗഹീദുള്ള ആളുകളും സ്വഹാബത്തിനെ പോലെ ഒറ്റക്കെട്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം അതാണ്. ഏതൊരായത്തും ഹദീസും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയും പ്രവർത്തിച്ചതുപോലെയും. ഏതെങ്കിലും ഒരായത്ത് നമ്മൾ സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കാതെ, അവരത് പ്രാക്ടിക്കലാക്കിയത് എങ്ങനെയാണെന്ന് പരിശോധിക്കാതെ നമ്മൾ അത് പ്രവർത്തിക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാവും. അവിടെ ഒരു ബിദ്അത്തിന്റെ കക്ഷി രൂപപ്പെടും. അവിടെ തെറ്റായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കും. അവിടെ എന്തുണ്ടാവും? ചേരിതിരിവുകളും കക്ഷിത്വങ്ങളൊക്കെ രൂപപ്പെടും. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാ ആയത്തുകളും ഹദീസുകളും നമ്മൾ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും സ്വഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഭിന്നതയില്ലാതെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഉണ്ടായാൽ ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ സിറ്റുവേഷനിൽ ഇപ്പൊ ഈ നിലനിൽക്കുന്ന ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു സംഘടന ഉണ്ടാക്കിയാൽ മതിയോ? എന്താ ചെയ്യേണ്ടത്? എല്ലാവരും എന്തിലേക്ക് മടങ്ങണം? എല്ലാവരും പറയണം ഞങ്ങൾ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? തൗഹീദിന്റെ എല്ലാ വക്താക്കളും പറയും, തൗഹീദിന്റെ വക്താക്കൾ പോലെ ഷിർക്കിന്റെ വക്താക്കൾ പോലും പരസ്യമായിട്ട് പറയും ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്, ഞങ്ങൾ ഇമാമിങ്ങളുടെ പാതയിലാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ആത്മാർത്ഥതയോടുകൂടെ അത് പറയുന്ന ആളുകളാണെങ്കിൽ, ഈ ഉമ്മത്ത് ഒന്നിച്ച് കാണാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അവർ അംഗീകരിക്കുന്ന ഖുർആനും സുന്നത്തിലും ഏറ്റവും അധികം പ്രാവീണ്യം ഉണ്ട് എന്ന് അവരും നമ്മളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യട്ടെ? കാര്യങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തട്ടെ, സംസാരിച്ച് തീർക്കട്ടെ, വിഷയങ്ങളിൽ അതെന്ത് ചെയ്യട്ടെ? വ്യക്തത വരുത്തട്ടെ. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നിലവിലുള്ള പ്രശ്നങ്ങൾ, ഭിന്നതകൾ പരിഹരിക്കാനുള്ള മാർഗം അതാണ്. ഏത് തൗഹീദിന്റെ ഏത് വിഭാഗമായിക്കോട്ടെ, ഏത് കക്ഷികളായിക്കോട്ടെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇന്റർനെറ്റും മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതന്മാരുമായിട്ട്, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുമായിട്ട് ബന്ധമുണ്ടാവും. അവരുടെ നേതാക്കന്മാരിൽ അറബി അറിയുന്ന ആളുകളുണ്ടാവും. അവർ തീരുമാനിച്ചോട്ടെ, നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ഏതെങ്കിലും പണ്ഡിതന് വേണം, അങ്ങനൊന്നും വാശി പിടിക്കാനൊന്നും നമ്മളില്ല. നമ്മളും അവരും സലഫി പണ്ഡിതന്മാരായി അംഗീകരിക്കുന്ന ആർക്കും ആരുടെ ഡേറ്റും ആരുടെ മുന്നിൽ നമ്മൾ വന്നിരിക്കാം, എവിടെ വേണമെങ്കിലും വന്നിരിക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് പറയാനുള്ള വാദങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് സമർത്ഥിക്കാം, നമ്മൾക്ക് പറയാനുള്ള വാദങ്ങൾ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കാം. എന്നിട്ട് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ തെറ്റുകൾ അവരും തിരുത്തട്ടെ, നമ്മുടെ തെറ്റുകൾ നമ്മളും തിരുത്തട്ടെ. ഇതാണ് നമുക്ക് തൗഹീദുള്ള ഏതൊരു വിഭാഗത്തിനോടും പറയാനുള്ള വളരെ സിമ്പിളായ എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയാണ്. എല്ലാ ഭിന്നിപ്പുകളും അവസാനിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പ് പറയാം, 100% ഉറപ്പ് പറയാം, തൗഹീദുള്ള ആളുകൾക്കിടയിലുള്ള ഭിന്നിപ്പുകളൊക്കെ അവസാനിക്കും. മറ്റ് ദുരുദ്ദേശങ്ങളില്ലെങ്കിൽ, ദുനിയാവിന്റെ മോഹങ്ങളോ അധികാരമോ അല്ലെങ്കിൽ സമ്പത്തോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ ഇതൊന്നും മോഹമില്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു ഇരുത്തം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? അവർക്കിടയിലുള്ള ഭിന്നിപ്പുകളൊക്കെ അവസാനിക്കും.
അവർക്കിടയിലുള്ള ഭിന്നിപ്പുകളൊക്കെ അത്രയേ ഉള്ളൂ. തൗഹീദുള്ള ആളുകൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും, ഏത് വിഭാഗമാണെങ്കിലും ശരി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊരു വിഭാഗത്തിന് മൊത്തത്തിൽ അങ്ങനെ കൊണ്ടുപോയി അല്ലെ, വലിയ വലിയ സംസ്ഥാന പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും അങ്ങനെ നമുക്ക് കൊണ്ടുപോയി ഇരുത്തി സംസാരിപ്പിക്കാനുള്ള നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് പരിചയമുള്ള, നമ്മളെ നേരിട്ട് ബന്ധമുള്ള ആളുകൾ ഹക്കിന്റെ ഭാഗത്ത് നിൽക്കും, ഹക്കിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ അവരിലുണ്ടാവും. അതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തുടരുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ആളുകളുടെ മുന്നിൽ ചെന്നിരുന്ന് സംസാരിക്കാനുള്ള അവസരം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. നമ്മൾ ഒരിക്കലും അവരെ നരകത്തിലേക്ക് വിട്ടുകളയരുത്. അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, അവർ ഹദീസിനെ നിഷേധിച്ചോട്ടെ, അവർ കണ്ണേറിനെ നിഷേധിച്ചോട്ടെ, അല്ലെങ്കിൽ ജിന്നുകൾ അബോധികമാണെന്ന് പറയും, ഇങ്ങനെ ഓരോന്നും അതൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞുകൊട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവർ നമ്മുടെ സഹോദരന്മാർ. അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കരകയറ്റി, ഈ അബദ്ധങ്ങളിൽ നിന്ന് കരകയറ്റി ശരിയായ തൗഹീദിലേക്ക് അവരെത്തിക്കണം. അതിന് നമുക്ക് മൊത്തത്തിൽ ഒന്നടങ്കം സാധിക്കൂലെങ്കിൽ, അവരുടെ നേതൃത്വത്തെ മുഴുവൻ പിടിച്ച് അങ്ങനെ ആക്കി മൊത്തത്തിൽ മാറ്റാൻ സാധിക്കില്ലെങ്കിൽ അവരിൽ അതിന് തയ്യാറുള്ള ആളുകളുണ്ടാവും. ഹക്കിന്റെ ഭാഗത്ത് നിൽക്കാൻ ആരെതിർത്താലും നിൽക്കുമെന്ന രൂപത്തിൽ മുന്നിട്ട് വരുന്ന ആളുകൾ അവരിലുണ്ടാവും. അവരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ രൂപത്തിൽ നമ്മൾക്ക് പറ്റുന്നത് പോലെ നമ്മൾ പരിശ്രമിക്കണം. നിങ്ങൾ തന്നെ പല ആളുകൾക്കും അറിയാം, ഇത്തരം പല സംഘങ്ങളിൽ നിലനിൽക്കുന്ന ആള്, അവരൊരിക്കലും ആ സംഘത്തിൽ എന്തെങ്കിലും സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളിൽ അവര് ഹക്കിന്റെ, അതാണ് ഹക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹക്കിന്റെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള ഒരേ ഒരു ചിന്ത കൊണ്ട് മാത്രം അതിൽ നിലനിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടെ കൂട്ടണം. അവരെന്ത് ചെയ്യണം, ഇത്തരം ആളുകളുടെ മുന്നിൽ ഇരിക്കാൻ നമ്മൾ വേണ്ട തർത്തീബുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് അറിവ് കിട്ടാത്ത പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ശരിക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തിരുത്തും. അങ്ങനെ തിരുത്തി എല്ലാവരും ഹക്കിലേക്ക് എത്തണം, എല്ലാവരും ശരിയായ മൻഹജിലേക്ക് എത്തണം, എല്ലാവരും സ്വഹാബത്തിന്റെ ആദർശത്തിലേക്ക് എത്തണം എന്നുള്ള ചിന്തയെ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങേയറ്റം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലാതെ നമ്മൾ ഒരിക്കലും അവരെന്ത് ചെയ്യരുത്, ശൈത്താന്മാർക്ക് വിട്ടുകൊടുക്കരുത് നമ്മുടെ സഹോദരന്മാരെ. അത് നമുക്ക് നമ്മുടെ സഹോദരന്മാരുള്ള ബാധ്യതയാണ്. നമ്മുടെ സഹോദരന്മാർ, ഈ ബാധ്യത നമുക്ക് തൗഹീദ് ഇല്ലാത്തവരെക്കാൾ കൂടുതലുള്ള തൗഹീദ് ഉള്ളവരോടാണ്. നമുക്ക് എല്ലാവരോടും ഈ ബാധ്യതയുണ്ട്, എല്ലാവരോടും നമുക്ക് ഈ ബാധ്യതയുണ്ട്. പക്ഷെ ഈ ബാധ്യത നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് തൗഹീദുള്ള ആളുകളാണ്. അവരുടെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം നിങ്ങൾ നസീഹത്ത് കാണിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത്, ഇത്തരം പണ്ഡിതന്മാരിലേക്ക് മടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് ഹക്കാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യം അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മളത് തിരുത്താൻ തയ്യാറാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചിന്തിക്കണം, ഞാൻ ഇത്രയും കാലം നടന്നു വന്നിരുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടന്നിരുന്ന ഒരു ആദർശം ഞാൻ ഇനി തിരുത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇത്ര കാലം ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്. തെറ്റാണെന്നൊരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് തിരുത്താൻ നമുക്കൊരു മടി ഉണ്ടാകരുത്, ഒരു നാണക്കേടും ഉണ്ടാകരുത്. പരസ്യമായി നമ്മൾ പറഞ്ഞു നടന്നിരുന്ന തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പരസ്യമായി തന്നെ നമ്മൾ തിരുത്തണം, പരസ്യമായി തന്നെ നമ്മൾ തിരുത്തണം. നമ്മളുടെ ഒരു വ്യക്തിയുടെ അഭിമാന പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയവായ മസ്ലഹത്തുകളോ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ത്, ദീനിന്റെ മസ്ലഹത്ത് എന്നുള്ളത്. ദീനിന്റെ മസ്ലഹത്ത്, നമുക്കൊരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനം. ആര് പറഞ്ഞാലും ചിലപ്പോ വളരെ മോശപ്പെട്ട ഒരാളായിരിക്കും നമുക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ടാവും. ഉദാഹരണത്തിന് ബിസ്ലാസിന്റെ അടുക്കലേക്ക് ജൂതന്മാർ വരിക, ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ കടന്നു വരിക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ശാപം കിട്ടിയ, അള്ളാഹു കുരങ്ങന്മാരെയും പന്നികളൊക്കെ മാറ്റി തീർത്ത ഒരു സമൂഹം,
അത്രയും അധികം വൃത്തികെട്ടൊരു കൗമ് ഏറ്റവും ഉത്തമനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറയണത് തൗഹീദ് കൊണ്ട് അയക്കപ്പെട്ട തൗഹീദിന്റെ നേതാവിനോട് അവർ പറയണം, നിങ്ങളിൽ പല ആളുകളും ഷിർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ പല ആളുകളും ഷിർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ അവസരത്തിൽ നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കാം? നമ്മളൊക്കെ കിതാബ് തൗഹീദ് പലപ്പോഴും കണ്ടിട്ടൊക്കെ ഉണ്ട്, അതിന്റെ ചട്ട കണ്ടിട്ടുണ്ട്, പേര് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലരും നമ്മളോട് തൗഹീദ് പറഞ്ഞതിന് നമുക്ക് പുച്ഛമാണ്. നീ ആരത് പറയാൻ? ഞാനൊക്കെ കിതാബ് തൗഹീദ് കുറെ വട്ടം കണ്ടിട്ടുണ്ട്, പലരുടെയും ദർസുകൾ എനിക്കറിയാം, കേട്ടിട്ടൊന്നുമില്ല, പലർക്കും ദർസുകൾ ഉള്ളത് എനിക്കറിയാം എന്നൊരു പുച്ഛാണ്. ഇത് തൗഹീദിന്റെ ഇമാമാണ്, ഏറ്റവും വലിയ മുവഹിദാണ്. അള്ളാഹു ഇദ്ദേഹത്തെ അയച്ചത് തന്നെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ആ റസൂലിന്റെ അടുക്കൽ ഇത്രയും വൃത്തികെട്ടൊരു കൗമ്, അവരെക്കാൾ വൃത്തികെട്ടൊരു കൗമ് വേറില്ല. അവര് വന്നിട്ട് പറയണം നിങ്ങളിൽ പലരും ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചില്ല? നിങ്ങൾ ആരാ അത് പറയാന്ന് ചോദിച്ചില്ല, നീ ആരാ അത് പറയാന്ന് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ആ കാര്യം? ഞങ്ങളിൽ ഷിർക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്ത് വിഷയത്തിലാണ്? അപ്പോ ഈ ജൂതന്മാര് പറയുന്നത്, നിങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പലരും മാഷാ അല്ലാഹു വശിഅത എന്ന് പറയുന്നുണ്ട്, അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നുണ്ട്. അത് ഷിർക്കിന്റെ ചെറിയ ഇനത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വൽ കഅബ, കഅബയാണ് സത്യം നിങ്ങളിൽ പലരും പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. സ്വഹാബത്തിൽ ഇവർ പറഞ്ഞതിൽ ഹക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹക്ക് സ്വീകരിക്കുക. പക്ഷെ നമ്മളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ആരായിക്കോട്ടെ, നമ്മൾക്കതൊരു ബോണസാണ്, നമുക്കത് ഹൈറാണ് അല്ലെ. പല ആളുകളും പറയുന്നത് നമ്മുടെ തെറ്റുകൾ ഒക്കെ ഇങ്ങനെ ചൂഴ്ന്നന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ പലരും ഇങ്ങനെ അതിനുവേണ്ടി മെനക്കെട്ട് നടക്കുക. നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്കത് ഹൈറാണ്. ഒരാൾ നമ്മുടെ തെറ്റുകളുടെ പിന്നാലെ പരതി നടക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹൈറല്ലേ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും നമ്മുടെ തെറ്റുകൾ വ്യക്തിപരമായി നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി വിചാരിക്കും ഞാൻ പെർഫെക്റ്റ് ആണെന്ന്. ഒരാൾ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പുറകിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഹൈറാണ്, അൽഹംദുലില്ലാ. ആ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്ന് നമുക്ക് തിരുത്ത ആരാണെങ്കിലും നമുക്കതൊരു വിഷയമല്ല. നമ്മളെ നേർക്ക് നേരെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ കൊടിയ ശത്രുവാണെങ്കിൽ പോലും അവൻ പറയുന്നതിൽ ഹക്കുണ്ടെങ്കിൽ നമ്മൾ ആ ഹക്ക് സ്വീകരിക്കുന്നതിന് എന്ത് പ്രശ്നമാണുള്ളത്? ആ ഹക്ക് നമ്മൾ സ്വീകരിക്കണം, ചിലപ്പോൾ ചെറിയൊരു പഠിച്ചു തുടങ്ങിയൊരു വിദ്യാർത്ഥി ആയിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവും അല്ലെ. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല ഇൽമു കൊണ്ട് അങ്ങേയറ്റം അറിയപ്പെട്ടൊരു നബിയാണ്. ആ നബിയുടെ അടുക്കൽ ഒരു ചെറിയൊരു പക്ഷി ഹുദ്ഹുദ് വന്നിട്ട് പറയണ, ഹത്തു ബിമാലം തുഹൈതു ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, നിങ്ങൾക്ക് കിട്ടാത്തൊരു അറിവും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് സുലൈമാൻ അലൈഹിസ്സലാം മുന്നിൽ ചെന്നിട്ട് ധൈര്യത്തോട് ആര് പറയാണ്? ഹുദ്ഹുദ് പറയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ സുലൈമാൻ അലൈഹിസ്സലാം എന്ത് പറഞ്ഞില്ല? നീ ആരാ അത് പറയാന്ന് പറഞ്ഞില്ല. ഇത്ര വലിയ നബിയായിരിക്കെ നിന്നെ പോലൊരു ചെറിയൊരു പക്ഷിന്റെ സംസാരം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ല. സുലൈമാൻ അലൈഹിസ്സലാം ആ കാര്യം അത് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്യും. നമ്മൾ ആരായിക്കോട്ടെ, ഏതു വ്യക്തി പറഞ്ഞു തരുന്നതായിക്കോട്ടെ, ആ പറയുന്നതിൽ ഹക്കുണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലപാടുകൾ മാറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ പ്രതിബദ്ധത നമുക്ക് വേണ്ടത് ഹക്കിനോടാണ്. നമുക്ക് നമ്മുടെ സ്വന്തത്തെക്കാൾ പ്രതിബദ്ധത വേണ്ടത് ഹക്കിനോടാണ്. നമ്മളെക്കാളും നമ്മുടെ ഉസ്താദിനേക്കാളും നമ്മുടെ പാരമ്പര്യത്തെക്കാളും നമ്മുടെ സംഘടനയെക്കാളും എന്തിനേക്കാളും നമുക്ക് പ്രതിബദ്ധത വേണ്ടത് ഹക്കിനോടാണ്. ഹക്കാണെങ്കിൽ അത് സ്വീകരിച്ചിരിക്കും, എൻ്റെ നിലപാട് എത്ര പഴയതാണെങ്കിലും മാറ്റിയിരിക്കും. അത് പരസ്യമായി പറഞ്ഞ തെറ്റാണെങ്കിൽ പരസ്യമായി തന്നെ തിരുത്തിയിരിക്കും എന്നുള്ള സ്റ്റാൻഡിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ത്? നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ നമ്മളിൽ പ്രകടമാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരേ മനഹജുള്ള, മറ്റ് വിദഅത്തുകളില്ലാത്ത,
സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ അവർക്കിടയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം അത് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസം പഠിപ്പിച്ചെന്താ? മൻ അഹബ്ബ ലില്ലാ വ അബ്ഗദ ലില്ലാ വ അഅത ലില്ലാ വ മനഅ ലില്ലാ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുകയും അള്ളാഹുവിന് വേണ്ടി തടയുകയും ചെയ്യുന്നത് അവന്റെ ഈമാൻ പരിപൂർണമായി, അവന്റെ ഈമാൻ കംപ്ലീറ്റ് ആയി. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിനോട് വെറുക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിൽ പെട്ടതാണെന്ത്? പരസ്പരം എന്ത് ചെയ്യുക? സന്ദർശിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുക, അതേപോലെ തന്നെ രോഗിയായാലും സന്ദർശിക്കുക, ജനാസ പിൻപറ്റുക, അതേപോലെ തന്നെ അവന്റെ വിഷമതകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നീക്കിക്കൊടുക്കാൻ പരിശ്രമിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അല്ലെ? അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിപ്പിക്കാം. പലർക്കും അറിയില്ല ആ ഒരു സുന്നത്ത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെ കല്യാണം കഴിപ്പിക്കാം? ഒരു വ്യക്തിക്ക് ഇല്ലേ വിശ്വാസം പഠിപ്പിച്ചെന്താ? ഇദാ ഖതബ അഹദുക്കും ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക്, പെൺമക്കളുടെ വാപ്പമാർ ശ്രദ്ധിക്കുക, നിങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് നിങ്ങൾ ഒരാളുടെ ദീനും സ്വഭാവവും തൃപ്തിപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് വിവാഹം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ ഫസവ്വിജൂഹു, നിങ്ങൾ നിങ്ങളുടെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന. വഇല്ലാ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. അല്ലെങ്കിൽ ഭൂമിയിൽ ഫിത്ന ഉണ്ടാവും, വലിയ വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്യും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എത്ര വാപ്പമാരുണ്ട്? എത്ര വാപ്പമാരുണ്ട്? ദീനും സ്വഭാവവും തൃപ്തിപ്പെടുന്ന ആളുകൾ വന്നാലും പിന്നെ എന്തെങ്കിലും കണ്ടീഷനുകൾ ഉണ്ടാവും പറയാൻ. ഹൈറ്റ് കുറവാണ്, നിറം കുറവാണ്, നാട് ദൂരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പല പ്രശ്നങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ വിവാഹം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം ചെയ്യിപ്പിക്കാൻ. ഇതെന്തിനു പറയുന്നത് വെച്ചാൽ എത്ര ചെറുപ്പക്കാര് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഈ ദുനിയാവിൽ. എത്രത്തോളം ദീൻ പഠിക്കുന്ന ആളുകളിൽ പോലും പലരും, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, പലരെ എനിക്ക് പേരെടുത്ത് എണ്ണി പറയാൻ സാധിക്കും. ദീൻ പഠനത്തിൽ അങ്ങേയറ്റം ഹിർസ് ഉണ്ടായിരുന്ന, താല്പര്യമുണ്ടായിരുന്ന, ദീൻ പഠനത്തിൽ അങ്ങേയറ്റം കഴിവുണ്ടായിരുന്ന, മികവുണ്ടായിരുന്ന ആളുകൾ, അവർ ദീൻ പഠനത്തിൽ തുടർന്നുകൊണ്ടിരിക്കെ വിവാഹപ്രായം എത്തി വിവാഹം ആലോചിക്കുമ്പോൾ പെണ്ണിന്റെ ഉപ്പ ചെക്കന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ല, തയ്യാറാകുന്നില്ല. എന്താ കാരണം? ചെക്കന് വലിയ വരുമാനമൊന്നുമില്ല, കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള വരുമാനമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല സ്റ്റാറ്റസ് എന്ന് പറയാൻ പറ്റുന്നൊരു നല്ലൊരു ജോലിയില്ല, ചെറിയ എന്തോ ഒരു ജോലിയേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു വീടില്ല, അല്ലെങ്കിൽ മറ്റ് പല സൗകര്യങ്ങൾ ദുനിയാവിൻ്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ആളുകളല്ല, എത്രയോ പെൺമക്കളുടെ വാപ്പമാർ വിവാഹം ചെയ്തു കൊടുക്കാതെ അവന് മനസ്സിലായി ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എനിക്ക് പെണ്ണ് കിട്ടൂല. അങ്ങനെ മനസ്സിലാക്കി ദീൻ പഠനം ഉപേക്ഷിച്ച് ദുനിയാവിൽ കച്ചവടത്തിനും മറ്റു പല ജോലികളുടെയും പഠനത്തിന്റെയും കോഴ്സുകളുടെയും പുറകെ പോയി ഡിഗ്രിയും മറ്റുമൊക്കെ പഠിക്കാൻ ഇറങ്ങിത്തിരിച്ച് ദീൻ പഠനത്തിൽ നിർത്തിപ്പോയ ആളുകൾ ഒരുപാടുണ്ട്. എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ, ദീൻ പഠിക്കുന്ന ഒരു താലിബിന് ഒരു ഉപ്പ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്, അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. ഒരു സമൂഹത്തിൽ ഇത് പറയാതെ വേറെ നിവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്നത്ത് അത്രയധികം സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേ? സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുള്ളയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഇബ്നു അബി അറൂബ റഹിമഹുള്ള
സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാ എന്ന് പറഞ്ഞാൽ താബിഈങ്ങളിൽ തന്നെ ഏറ്റവും അധികം ഇൽമു കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ദീൻ പഠിക്കുന്ന മജ്ലിസിൽ എത്രയോ കാലമായി മുടങ്ങാതെ പങ്കെടുക്കുന്ന അവരിൽ തന്നെ ഏറ്റവും മികച്ചൊരു വിദ്യാർത്ഥിയാണ് ഇബ്നു അബി അറൂബ. ആ ഒരു വിദ്യാർത്ഥി കുറച്ച് ദിവസങ്ങളായിട്ട് ഉസ്താദിന്റെ മജ്ലിസിൽ കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും രോഗം കൊണ്ട് കുറച്ചൊന്ന് മുടങ്ങിപ്പോയാലായി, അങ്ങനെ അപൂർവം മാത്രം. അല്ലാതെ ഇത്രയും ദിവസം തുടർച്ചയായി ആ വിദ്യാർത്ഥി ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല മുടങ്ങിയതായി. ഉസ്താദ് കാര്യം അന്വേഷിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇബ്നു അബി അറൂബ റഹിമഹുല്ല ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഉസ്താദ് വിവരം അന്വേഷിച്ചപ്പോൾ കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മരണപ്പെട്ടു. ഭാര്യ മരണപ്പെട്ടതുകൊണ്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മരണാനന്തര ചടങ്ങും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട തിരക്കുകളും കാര്യങ്ങളിലും പെട്ടിട്ട് എനിക്ക് വരാൻ പറ്റാതിരുന്നതാണ്. അതിൽ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, താങ്കൾ ഇപ്പോ ഭാര്യ ഇല്ലാത്ത അവസ്ഥയാണോ? താങ്കൾക്ക് വേറെ എന്തെങ്കിലും വിവാഹാലോചനകൾ വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലയുടെ മകൾ അദ്ദേഹത്തിന്റെ സ്ഥാനവും ഇൽമും കൊണ്ട് അവിടുത്തെ ഭരണാധികാരിയുടെ മകന് വിവാഹം ആലോചിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. വിവാഹം ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അതിനുള്ള തയ്യാറെടുപ്പ് അത്രയും സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇൽമു കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും ആ മദീനയിൽ തന്നെ, അന്നത്തെ മദീനയിൽ തന്നെ ഏറ്റവും മികച്ച സ്ത്രീയാണ് ആര്? സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലയുടെ മകൾ. ഈ ഒരു അവസ്ഥയിൽ സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്, താങ്കളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല, മറ്റാരും വിവാഹം ആലോചിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് അറിയോ? എനിക്കാരും പെണ്ണ് തരാനാണ്. കാരണം അദ്ദേഹത്തിന് ഒന്നുമില്ല, സമ്പത്തോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് കൈപിടിച്ച് സംസാരിക്കുകയായിരുന്നു. കൂടെയുള്ള അപ്പുറത്തുപ്പുറത്തുള്ള പള്ളിയുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വരാൻ പറഞ്ഞു, വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മകൾ ഇന്നവളെ നിനക്കതാ നിന്റെ ഭാര്യയെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിക്കാഹ് കഴിഞ്ഞു. വീട്ടിൽ പോയി ഈ ശിഷ്യൻ വീട്ടിലേക്ക് എത്തി. രാത്രി സമയമായപ്പോ വാതിൽ ആരും മുട്ടുന്നു. അപ്പൊ ഇദ്ദേഹം വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉസ്താദായ സയ്യിദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ 40 വർഷമായിട്ട് മദീനക്കാർ വീട് പള്ളി എന്നതിനിടയിലല്ലാതെ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല. 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ കാണുന്നത്. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്തു? സയ്യിദുൽ മുസയ്യിബ് പെട്ടെന്ന് പോകുന്നു പറഞ്ഞിട്ട് തിരിഞ്ഞു പോയപ്പോൾ പുറകിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. സയ്യിദുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ആക്കാൻ വന്നത്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കാൻ പെൺമക്കളുടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. അള്ളാഹുവാണ് സത്യം, ഞാനത് എനിക്ക് വേണ്ടി പറയുന്നല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാനിപ്പോൾ മറ്റൊന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സമൂഹത്തിൽ അത്രമാത്രം പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാർ ധാരാളമുണ്ട്. ഒന്നോ രണ്ടോ പേരെന്നല്ല, അത്രയധികം ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് തുല്ലാബുകളെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ദീൻ പഠിക്കുന്ന ആളുകളെ പ്രത്യേകം പരിഗണിക്കണം. ബാക്കിയുള്ളവരെ നിങ്ങൾ വിടുക. ദീൻ പഠിക്കുന്ന സലഫി മനഹജിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലുള്ള ആളുകളെ, നിങ്ങളുടെ മക്കളെ, ഏറ്റവും നല്ല ആ മഹിളാ രത്നങ്ങളെ, ആ മുത്തുകൾ പോലെ നിങ്ങൾ വളർത്തിയെടുത്ത ആ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ്, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്കാണ്. അവർക്ക് സമ്പത്തില്ലെങ്കിലും, വലിയ തറവാട്ട് മഹിമയൊന്നും പറയാനില്ലെങ്കിലും, വലിയ സമ്പത്തും സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും, ആർഭാടങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല മരുമക്കൾ എന്ന് പറയുന്നത് ഇവരായിരിക്കും. അവരെക്കാളും നല്ലൊരു ഭർത്താക്കന്മാരെ നിങ്ങളുടെ മക്കൾക്ക് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ദീൻ പഠിക്കുന്ന തുല്ലാബുകളാണ്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നമുക്ക് അവരോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരു സമൂഹത്തിൽ എത്രത്തോളം ഇൽമിന് സ്ഥാനമുണ്ടോ അത്രത്തോളമാണ് ആ സമൂഹം റബ്ബിന്റെ അടുക്കൽ ഉയരുക. നേരത്തെ പറഞ്ഞു നമ്മൾ,
ഇൽമുള്ളവരെ ആദരിക്കുക എന്നുള്ളത് അല്ലേ വിശ്വാസം പഠിപ്പിച്ചെന്താ? ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയുജില്ല കബീറന വയഅരിഫ് ലിആലിമിന ഹഖ. നമ്മളിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മളിലെ മുതിർന്നവരെ ആദരിക്കാത്തവരും നമ്മളിലെ ആലിമുകളുടെ ഹക്ക് മനസ്സിലാക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ലാന്ന് പഠിപ്പിച്ചു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തുല്ലാബുകൾ, ഉലമാക്കൾ, അവരുടെ ഹക്ക് നമ്മൾ മനസ്സിലാക്കണം. ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇൽമു കൊണ്ടും സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും തറവാട്ട് മഹിമ കൊണ്ടും ഏറ്റവും നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളുകളാണ് സമൂഹത്തിൽ കെട്ടിച്ചു കൊടുക്കേണ്ടത്, വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. കാരണം അവരാണ് അതിന് ഏറ്റവും അർഹിക്കുന്ന ആള്. അവരെക്കാൾ നല്ല ഭർത്താക്കന്മാർ വേറെ കിട്ടൂല. അവരെക്കാൾ നല്ല ഭർത്താക്കന്മാരെ ഈ സമൂഹത്തിൽ ഒരിക്കലും കിട്ടുകയില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ശക്തമായ നിലയ്ക്ക് താക്കീത് നൽകിയിട്ടുള്ളൊരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കിതാബ് തൗഹീദ് പഠിച്ചു കഴിഞ്ഞ ആളുകളോട് പറയാം. പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും വേഗം പഠിക്കണം. അതുപോലത്തെ കിതാബുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ജനുവരി 9, 10, 11 ദിവസങ്ങളിൽ ഒരു ദൗറ തൗഹീദിന്റെ വിഷയങ്ങളിലുള്ള അടിസ്ഥാന ഹദീസുകൾ വിശദീകരിക്കുന്ന ഒരു ദൗറ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എടപ്പാൾ അയിലക്കാട് വെച്ചിട്ട്. അതിൽ പരമാവധി എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായി തൗഹീദിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട മസലകളാണ്. അതിലെങ്കിലും ഏറ്റവും മിനിമം പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ആളുകളെ, ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും ഏറ്റവും കുറെ പഠിച്ചു എന്ന് തോന്നുന്ന ആളുകളാണെങ്കിലും എല്ലാവരെയും പരമാവധി അത്തരം സദസ്സുകളിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്ന, നമ്മുടെ ഹൃദയത്തിനെ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്ന, അതിനെ സോഫ്റ്റ് ആക്കുന്ന ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന, അതിനെ സോഫ്റ്റ്, കൽബിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്ന ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാനും കിതാബുകൾ വായിക്കാനും ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിശ്ചയിക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിന്റെ ഫലമായിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ നിശ്ചയിക്കുന്നത്. ആ പ്രാർത്ഥന എന്താ? റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. നേരത്തെ ഓതി തെറ്റിപ്പോയി. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ആ റസൂല് ഇവർക്ക് പാരായണം ചെയ്തു കൊടുക്കണം, ഈ മക്കക്കാർക്ക്. എന്നിട്ടോ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കണം, നന്നാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ത്? സ്വഭാവം ശുദ്ധീകരിക്കാമെന്ന്. ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് എന്തിനു വേണ്ടി മാത്രമാണ്? ഇന്നമാ എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥമുണ്ട്. ഞാൻ അയക്കപ്പെട്ടത് എന്തിനു വേണ്ടി മാത്രമാണ്? നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്രയധികം എന്തുണ്ട്? സ്വഭാവത്തിന് പ്രാധാന്യമുണ്ട്. ഇത്തരം കിതാബുകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള കിതാബുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ലോകത്ത് എല്ലായിടത്തും അറിയപ്പെട്ടൊരു കിതാബാണ് ഏത് കിതാബ്? റിയാദുസ് സാലിഹീൻ. റിയാദുസ് സാലിഹീൻ എത്രത്തോളം പണ്ഡിതന്മാർ പറയാറുണ്ട്, മുസ്ഹഫ് കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കിതാബ് റിയാദുസ് സാലിഹീനാണ്. മുസ്ഹഫ് പ്രിന്റ് ചെയ്ത് എല്ലാ നാടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഏത് മുസ്ലിമിന്റെ വീട്ടിലും മുസ്ഹഫ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കിതാബ് റിയാദുസ് സാലിഹീൻ. അത് ഈ വിഷയത്തിലുള്ള കിതാബാണ്.
നമ്മുടെ സ്വഭാവം, മര്യാദകൾ ഒക്കെ എങ്ങനെ നന്നാക്കണം, ഏത് രൂപത്തിൽ നമ്മൾ ഇടപഴകണം, നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അത്തരം കിതാബുകൾ, അത്തരം ദർസുകൾ സംഘടിപ്പിക്കണം. സ്വഭാവ മര്യാദ നന്നാക്കാനുള്ള പരിശ്രമം നമ്മൾ എന്ത് ചെയ്യണം? ആരംഭിക്കണം. പ്രത്യേകിച്ചും വളരെ ഞാൻ ആവർത്തിച്ചെപ്പോഴും പറയുന്നൊരു വസിയത്താണ് നിങ്ങളുടെ വീട്ടിനകത്തുള്ള സ്വഭാവം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സൽസ്വഭാവത്തിന് ഏറ്റവും അധികം അർഹരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. നമ്മൾ നേരെ തിരിച്ച ഉൾട്ടയാണ്. ഏതൊക്കെയോ ആളുകളോട്, നാട്ടിൽ കാണുന്ന വഴി കൂടെ പോകുന്നവരോടൊക്കെ നല്ല പുഞ്ചിരിയും സ്വഭാവവും നല്ല സൗമ്യമായ പെരുമാറ്റവും, കൂട്ടുകാരോട് നല്ല രൂപത്തിൽ, കുടുംബക്കാരോട് നല്ല രൂപത്തിൽ, നാട്ടുകാരോട് നല്ല രൂപത്തിൽ, എല്ലാവരോടും നല്ല രൂപത്തിൽ. വീട്ടിനകത്ത് വൃത്തികെട്ട സ്വഭാവം, വളരെ മോശം സ്വഭാവം. മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, ഭാര്യ ഭർത്താക്കന്മാരോട്, മക്കളോട്. നമ്മുടെ സൽസ്വഭാവം, നമ്മുടെ ശരിക്കുള്ള തനി സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള സ്വഭാവം. ബാക്കിയൊക്കെ ഫോർമാലിറ്റീസാണ്. എല്ലാം കാണിച്ചു കൂട്ടലാണ്, തക്കല്ലുഫാത്തുകളാണ്. അവരുടെ ഇടയിൽ നമ്മുടെ സ്ഥാനം, അവർ നമ്മളെപ്പറ്റി എന്തു വിചാരിക്കും, അവരെന്നെപ്പറ്റി ഇങ്ങനെ കരുതുമോ അങ്ങനെ കരുതുമോ എന്ന കൺസെപ്റ്റോട്, ചിന്തയോടുകൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഒരു മുഖം മൂടിയാണെന്ത്? നമ്മുടെ പുറമേക്ക് കാണുന്ന, നാട്ടുകാർ കാണുന്ന സ്വഭാവം. അത് നമ്മുടെ തനിക്കുള്ള ശരിക്കുള്ള സ്വഭാവമല്ല. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആഖിറത്തിൽ മീസാനിൽ കനം തൂങ്ങാനൊന്നും പോകുന്നില്ല. നമ്മുടെ മീസാനിൽ നമ്മുടെ സ്വഭാവമായിട്ട് പരിഗണിക്കപ്പെടുക വീട്ടിനകത്ത് നമ്മൾ കാണിക്കുന്ന സ്വഭാവം. നമ്മുടെ മീസാനിൽ നമുക്ക് സൽസ്വഭാവമാണോ വൃത്തികെട്ട സ്വഭാവമാണോ എന്ന് പരിശോധിക്കപ്പെടുക വീട്ടിനകത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു, സഹോദരന്മാരോട് എങ്ങനെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ, മക്കളോട് എങ്ങനെ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണെന്ന് പരിശോധിക്കപ്പെടുക. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് എന്താ? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ കോലം. നമ്മുടെ സ്വഭാവം എത്രത്തോളം മോശമാണെന്നുള്ളത് നമ്മുടെ ഭാര്യയ്ക്ക് പറയാൻ സാധിക്കും കൃത്യമായിട്ട്. നമ്മൾ ആരും അറിയാതെ നമ്മുടെ വീട്ടിനകത്ത് ഭാര്യയോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. നാട്ടുകാർ അറിയുന്നുണ്ടാവില്ല, ഭാര്യയുടെ വാപ്പയുമ്മ അറിയുന്നുണ്ടാവില്ല, കുടുംബക്കാർ നോക്കുന്നുണ്ടാവില്ല, ആരും വിലയിരുത്താനുണ്ടാവില്ല. പക്ഷെ റബ്ബ് അതറിയും. വളരെ പേടിക്കേണ്ട വിഷയം. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലത് വസിയത്തായി സ്വീകരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റുവൈദക ബിൽ ഖവാരീർ. സ്ത്രീകളോട് ഇടപഴകുമ്പോൾ വളരെ മൃദുലമായി. സ്ത്രീകൾ എങ്ങനെ പളുങ്ക് പാത്രം പഠിപ്പിച്ചു. അവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇരുമ്പിന്റെ പാത്രമൊക്കെ ഇട്ട് ഉരക്കുന്നത് പോലെ അങ്ങനെ ഉരച്ച് വൃത്തിയാക്കി നമ്മൾ വളരെ അതിനെ അടിച്ചു പരത്തി അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും അതിനെ നന്നാക്കി എടുക്കാൻ സാധിക്കില്ല. ഒരു പളുങ്കുപാത്രം എന്നിങ്ങനെ നമ്മൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുമോ, അതിലെ വൃത്തികേടുകൾ എങ്ങനെ വളരെ സൂക്ഷ്മമായി നീക്കം ചെയ്യുമോ, അതുപോലെ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് മാത്രമേ സ്ത്രീകളോട് ഇടപഴകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആളുകൾക്കിടയിൽ തെറ്റായ ആശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. ഹക്കാണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ വലിയ ഫിത്തനുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്. ഹക്കാണെങ്കിൽ പോലും പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. നമ്മൾക്കത് കേരളക്കാർക്ക് പ്രത്യേകിച്ച് അതിനൊരു ഉദാഹരണം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? തൗഹീദിന്റെ വക്താക്കൾ ഒരുപാട് ഛിന്ന ഭിന്നമായി, കഷ്ണം കഷ്ണമായി ഒരുപാട് ഭിന്നതകളും കക്ഷിത്വങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? വേറെയും പല കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താണ് ആ കാരണം? യാ ഇബാദല്ലാഹ് അഈനൂനി,
ആ ഒരു വിഷയം സാധാരണക്കാർക്കിടയിൽ പറയേണ്ട എന്ത് കാര്യമുള്ളത്? സാധാരണക്കാരനെ ബാധിക്കുന്ന എന്ത് വിഷയം അതിൽ വരുന്നത്? അവന്റെ വിശ്വാസത്തിനെയോ പ്രവർത്തനത്തെയോ ബാധിക്കുന്ന ഏത് മേഖല അതിൽ കടന്നു വരുന്നത്? അങ്ങനെ അവർക്ക് അവരുടെ കർമ്മ മേഖലയോ വിശ്വാസ മേഖലയോ ബാധിക്കാത്തൊരു കാര്യം അവർക്കിടയിൽ ഇട്ട് ചർച്ച ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വലിയ അപകടമാണ്. ആളുകൾക്കിടയിൽ അത് തെറ്റായ റിസൾട്ട് ഉണ്ടാക്കുക. അതിനാണ് മസ്ലഹത്ത് മഫ്സദത്ത് എന്ന് പറയാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് ഹക്കല്ലേ, ഇതെന്താ പറഞ്ഞാൽ എന്താ പ്രശ്നം, ഞാൻ ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ, ദീനിലുള്ള കാര്യമല്ലേ പറയുന്നത് എന്ന് വിചാരിച്ച് എന്തും പറയാനും ചെയ്യാനും പാടില്ല. എന്തൊരു കാര്യത്തിന്റെയും ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ വരും വരായികകൾ നോക്കി അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് ഹൈറിലാക്കാണ് പോകുന്നത് എന്ന് കൂടുതൽ ചാൻസ് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ ആ കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാവൂ. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് മുനാഫിക്കുകൾ. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ മുനാഫിക്കുകൾ ജീവിച്ചിരുന്നു. ഈമാനില്ലാത്ത, ഉള്ളിൽ കുഫറുള്ള ആളുകൾ. അവരിൽ പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ മുനാഫിക്കുകളാണെന്ന് പ്രത്യേകം വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അവരിൽ പല ആളുകളെയും കൊല്ലപ്പെടാൻ മാത്രം വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയ ആളുകളാണ്. ശത്രുക്കൾക്കെതിരെ മുസ്ലിമുകളെ രഹസ്യം ചോർത്തി കൊടുക്കുക, മുസ്ലിമുകളുടെ നീക്കങ്ങൾ അറിയിച്ചു കൊടുക്കുക, അവർക്കെതിരെ എങ്ങനെ അതിജയിക്കാം, അവരെങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അവരെ കൊന്നുകളയാൻ മാത്രം അർഹതയുള്ള ഒരുപാട് മുനാഫിക്കുകളും അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? അവരിൽ ഒരാളെയും കൊന്നുകളഞ്ഞിട്ടില്ല. എന്താ കാരണം? എന്താ? പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ, അയാൾ ഇതിനെങ്ങനെ കണക്കാക്കുക? ഇവരും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളാണ്. പുറമേ നോക്കുന്ന ആളുകൾക്ക് അവർ മുസ്ലിമീങ്ങളായിട്ട് കണക്കാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കൊന്നുകളഞ്ഞാൽ അവരെന്താ കണക്കാക്കുക? മുഹമ്മദ് സ്വന്തം ആളുകളെ തന്നെ കൊല്ലുകയാണ്, പിന്നെ ഞങ്ങൾ എങ്ങനെ മുസ്ലിമീങ്ങളാവുക? മുഹമ്മദ് സ്വന്തം ആളുകളെ തന്നെ കൊന്നുകളയുകയാണ്, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ മുസ്ലിമീങ്ങളാവാൻ സാധിക്കും എന്നാണ് അവർ ചിന്തിക്കുക. പറഞ്ഞു വന്നത്, നമ്മൾ ഹക്ക് ആണ് പറയുന്നതെങ്കിൽ പോലും ആ ഹക്ക് കൊണ്ടുണ്ടാവുന്ന മസ്ലഹത്തും മഫ്സദത്തും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പരിഗണിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കഅബയുടെ നിർമ്മാണം നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ഇവർ രണ്ടുപേരും കഅബയെ പുനർനിർമ്മിച്ചപ്പോൾ 4 ഖവായിദുകൾ, 4 അടിസ്ഥാന തൂണുകളിലായിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇതിനെ നിർമ്മിച്ചത്. ഇതാണ് ശരിക്കും ഈ കഅബയുടെ ബൗണ്ടറി എന്നുള്ളത്. അതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പ് മക്കയിൽ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കഅബ പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നപ്പോൾ ഖുറൈശികൾ അവരുടെ ഹലാലായ സമ്പത്ത് ഒരുമിച്ച് ചേർത്തപ്പോൾ എന്ത് ചെയ്തില്ല? ഇത് പൂർണ്ണമായും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഈ ഒരു ബൗണ്ടറി, അള്ളാഹു നിശ്ചയിച്ച ബൗണ്ടറി, ആ ഒരു ബൗണ്ടറിയിലായി എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഇത് വീണ്ടും പുനർനിർമ്മിക്കാൻ സാധിക്കാതായി. അത്ര സമ്പത്ത് അവരുടെ കയ്യിലില്ല. സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ഹലാലായ സമ്പത്തില്ല, തികയുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? 3 ബൗണ്ടറികൾ ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ചത് അതേ രൂപത്തിൽ തന്നെ. ഒരു ബൗണ്ടറി എന്ത് ചെയ്തിട്ടില്ല? അതിൽ അത്രയും എത്തിക്കാതെ പകുതി അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവർ കഅബ പുനർനിർമ്മിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിന്റെ ഖൗമ്, ഈ മക്കക്കാര്, അവർ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഇത് പൊളിക്കുകയും വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഖവായിദുകളിലായി ഞാനിതിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്തേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്യാതിരുന്നത്? അള്ളാഹു നിശ്ചയിച്ച രൂപത്തിൽ കഅബയെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, മുനാഫിക്കുകളെ
അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വളരെ നല്ലൊരു കാര്യമാണ്. ഹക്കായിരുന്നിട്ട് കൂടെ അത് ഹക്കാണെന്ന് ഏറ്റവും ഉറപ്പ് പറയാൻ യോഗ്യനായ വ്യക്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിടെ നടപ്പിലാക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഹദീസാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, എങ്ങോട്ടോ പോയി. സ്വഹാബത്ത് ആകെ വെപ്രാളത്തിൽ ബേജാറിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നേരമായിട്ടും കാണുന്നില്ല. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്വേഷിച്ച് എന്ത് ചെയ്തു, ഒരു തോട്ടത്തിന്റെ വേലിന്റെ അടിയിൽ കൂടെയൊക്കെ ഉഴുന്നിറങ്ങി അങ്ങനെ എങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ഒരു തോട്ടത്തിനുള്ളിലേക്ക് എത്തിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തോട്ടത്തിന്റെ മതിലും ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആശ്വാസമായി. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളെ കാണാതെ എല്ലാവരും വെപ്രാളത്തിലാണ്, ബേജാറിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് എന്ത് ചെയ്തു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് ചെയ്തോളാൻ, ഇനി ഈ മതിലിനപ്പുറം നീ ആരെ കണ്ടാലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നീ സന്തോഷ വാർത്ത അറിയിച്ചോളം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ ഈ ചെരുപ്പുമായിട്ട് പറഞ്ഞയക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ തോട്ടത്തിന്റെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ആദ്യം കാണുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവന് സ്വർഗമുണ്ടെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നടപ്പിലാക്കാൻ. ഉമർ ബിൻ ഖത്താബ് ഇത് കേട്ടതും, ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടില്ല. അബൂ ഹുറൈറ സംസാരിച്ചതായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടാണ് അബൂ ഹുറൈറ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇത് കേട്ടത് ഉമർ ബിൻ ഖത്താബ് നെഞ്ചത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന പ്രകൃതമാണല്ലോ. ആ അടിയുടെ പവർ കാരണത്താൽ അബൂ ഹുറൈറ തെറിച്ചു പോയിട്ട് നിലത്ത് ഇരിപ്പിടം കുത്തി വീണു എന്നാ. അദ്ദേഹത്തിന് കണ്ണിന്നൊക്കെ വെള്ളം വന്നു. അപ്പൊ അബൂ ഹുറൈറ ചെരുപ്പ് കാണിച്ചിട്ട് പറഞ്ഞെന്താ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കാൻ പറഞ്ഞ, എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെ പറയാൻ പറയരുത്, ജനങ്ങൾക്കിടയിൽ അങ്ങനെ വിളംബരം ചെയ്യരുത്. എന്താണ്, അത് ഹക്കല്ലാത്തോണ്ടല്ല. ഒരാൾ തൗഹീദിന്റെ ആളാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട്, ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യം വിളംബരം ചെയ്തു കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ അത് പരസ്യമായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവരും പിന്നെ ഒരു അമലും ചെയ്യാതെ മിണ്ടാതിരിക്കും. നിസ്കരിക്കൂല, മറ്റുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടൂല, ദീൻ പഠിക്കൂല, ഒന്നും ചെയ്യൂല. കാരണം എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന്. അതിന്റെ തെറ്റായ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കിയേക്കും. ആ പറയുന്ന കാര്യം ഹക്കായിട്ടുകൂടെ അതിൽ നിന്ന് തെറ്റായ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കി തെറ്റായ റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ ആ ഹക്ക് പറയരുത്, ആ ഹക്ക് പറയരുത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ പറയുന്ന കാര്യം ഹക്കാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, അത് ജനങ്ങൾക്കിടയിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുക, അതുകൂടി നമ്മൾ ചിന്തിക്കണം. അതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമ്മളൊക്കെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഒരു ആവേശ കമ്മിറ്റിക്കാരാണ്. ഹക്കാണെന്ന് മനസ്സിലാക്കണം, പിന്നെ ഇതൊക്കെ ആരെ പേടിക്കണം, എന്തിനെ പേടിക്കണം, ഇതൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്തും വിളിച്ചു പറയാം, എന്തും തുറന്നു പറയാം. എന്നിട്ട് എന്താ പറയാ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അവരെന്ത് ചെയ്യും, അവൻ അറിഞ്ഞ കാര്യം അങ്ങനെ തന്നെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യും. അവൻ പറയുന്നത് ഹക്കായിരിക്കും, പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ടുകൾ, ആഫ്റ്റർ എഫക്റ്റുകൾ വളരെ തെറ്റായ അനന്തരഫലങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ നോക്കണം, അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് ധാരാളം പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചെന്നൊരു കാര്യമായി കാണാൻ സാധിക്കുന്നൊരു വിഷയമാണ് തിന്മകൾ കണ്ടാൽ പ്രതികരിക്കുക എന്നുള്ളത്. തിന്മകൾ കണ്ടാൽ പ്രതികരിക്കുക എന്നുള്ളത് പഠിപ്പിച്ചെന്ന, മൻ റഅ മിൻകുമുൽ മുൻകറ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ
അവൻ ആ കൈ കൊണ്ട് എന്ത് ചെയ്യട്ടെ, അവന്റെ കൈ കൊണ്ട് ആ തിന്മയ്ക്കൊരു മാറ്റം വരുത്തട്ടെ. ഫൈലം യസ്തതി' ഫബിലിസാനി, അവന്റെ കൈ കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കില്ലെങ്കിൽ നാവ് കൊണ്ട് മാറ്റം വരുത്തട്ടെ. ഫൈലം യസ്തതി' ഫബിഖൽബിഹി, നാവ് കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കില്ലെങ്കിൽ അവന്റെ കൽബ് കൊണ്ട് അതിന് മാറ്റം വരുത്തട്ടെ. കൽബ് കൊണ്ട് എങ്ങനെ മാറ്റം വരുത്താം? കൽബ് കൊണ്ട് എങ്ങനെ മാറ്റം വരുത്താം? വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. കൽബ് കൊണ്ട് ഒരു തിന്മയ്ക്ക് മാറ്റം വരുത്തുക അല്ലെങ്കിൽ അതിനോട് ഇൻകാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ തിന്മയെ പൂർണ്ണമായും വെറുക്കുക എന്നുള്ളതാണ്. ആ തിന്മയെ പൂർണ്ണമായും വെറുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ തിന്മ നടക്കുന്ന സന്ദർഭങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ സദസ്സിൽ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, തുടരാതിരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സേഫായി, നമ്മൾ കറക്റ്റായി, നമ്മുടെ വിശ്വാസം ശരിയായി, ഞാൻ തൗഹീദുണ്ട്, എനിക്ക് ഈമാനുണ്ട്, ഞാൻ സ്വഹാബത്തിന്റെ അതേ ആദർശത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഉദാഹരണം, വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഒരു കപ്പൽ. ഈ കപ്പലിന് 2 തട്ടുകളുണ്ട്. ഈ കപ്പൽ സമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലെ തട്ടിലും കുറച്ച് ആളുകളുണ്ട്, താഴത്തെ തട്ടിലും കുറച്ച് ആളുകളുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴത്തെ തട്ടിലുള്ള ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടണമെങ്കിൽ മുകളിലെ തട്ടിലേക്ക് കയറിപ്പോകണം. അപ്പൊ ഇവരിങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി ഇവർക്ക് മതിയായി, മടുപ്പ് വന്നു. എത്ര വട്ടം ഇങ്ങനെ കയറിപ്പോവാ, എപ്പോൾ വെള്ളം വേണമെങ്കിലും മുകളിലേക്ക് കയറിപ്പോകണം. അപ്പൊ ഇവരെന്ത് തീരുമാനിച്ചു? ഇവരെല്ലാവരും താഴെയുള്ളവരൊക്കെ കൂടി ആലോചിച്ച് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുകയാണെന്ത്, നമ്മൾ താഴ്ഭാഗത്താ, കപ്പലിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഈ ഇരിക്കുന്നവിടെ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയാൽ നമുക്ക് ഇവിടെ തന്നെ വെള്ളം കിട്ടും. നമ്മൾ ഈ ഇരിക്കുന്നവിടെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്കിങ്ങനെ വെറുതെ മേലേക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു, ശരിയാണ്, വെറുതെ ഇങ്ങനെ മേലെ പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ തന്നെ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കലാണ്, ചെറിയൊരു ദ്വാരം ഉണ്ടാക്കലാണ്. താഴെയുള്ളവരൊക്കെ എന്ത് ചെയ്തു? അത് അംഗീകരിച്ചു, കൈയടിച്ച് പാസ്സാക്കി. താഴെയുള്ളവരൊക്കെ ആ തീരുമാനം അംഗീകരിച്ചു. മുകളിലുള്ളവർ അറിഞ്ഞു താഴെയുള്ളവർ ഈ കപ്പൽ ഓട്ടയാക്കാൻ പോവാണ്. അപ്പൊ മുകളിലുള്ളവർ പറയാ, താഴെയുള്ളവരല്ലേ ഓട്ടയാക്കിക്കോൾ, താഴെയുള്ളവർ ഓട്ടയായിക്കൂടെ, നമ്മൾ മുകളിലല്ലേ, എന്താ പ്രശ്നം എന്നവർ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെയാണ് നമ്മൾ, എന്റെ വിശ്വാസം ശരിയാണ്, എന്റെ ആദർശം ശരിയാണ്, അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന രൂപത്തിൽ നമുക്ക് ഒരു തിന്മ കണ്ടിട്ട് കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനോട് എങ്ങനെയാണോ പ്രതികരിക്കാൻ സാധിക്കുക അങ്ങനെ അതിന്റെ മാക്സിമം പ്രതികരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ, നമുക്ക് അധികാരമുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൈകൊണ്ട് തന്നെ തടയണം. ഇപ്പൊ നമ്മുടെ മകളുടെ നിക്കാഹാണ്. നിക്കാഹിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ സദസ്സിൽ മുഴങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും, ഡാൻസും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. നമ്മൾ പെണ്ണിന്റെ ഉപ്പയാണ്, നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുക, അത് പാടില്ല, തെറ്റാണ്. ഇനിയിപ്പോ നമുക്ക് കൈ കൊണ്ട് തടയാൻ സാധിക്കാത്തൊരവസ്ഥ, നമ്മൾ പെണ്ണിന്റെ ഉപ്പയല്ല, പക്ഷെ പെണ്ണിന്റെ അടുത്ത ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണമാണെങ്കിൽ നാവ് കൊണ്ടത് പറയണം. ഇനി ഇത് രണ്ടും പറ്റാത്തത്രയും സാഹചര്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും മിനിമം ഇറങ്ങി പോവുകയെങ്കിലും വേണം. ഇതൊന്നും ചെയ്യാതെ ഞാൻ ആ തെറ്റിലേക്കൊന്നും ഇല്ല, അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, മുകളിൽ ഡാൻസും മ്യൂസിക്കും എല്ലാ കൂടിക്കലരുകളും ഇഖ്തിലാത്തും എല്ലാം നടക്കുന്നുണ്ടാവും, താഴെ പെണ്ണിന്റെ ഉപ്പ കാരണവന്മാര് എല്ലാവരും ഇരുന്നിട്ട് അവരെ ബാധിക്കാത്തൊരു വിഷയം പോലെ ഇരിക്കുന്നുണ്ടാവും. അവരും ഈ തെറ്റിന് കുറ്റക്കാരാവും. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആര്?
ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ. ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ. ലൂത്ത് അലൈഹിസ്സലാമയുടെ സമൂഹത്തിന് അള്ളാഹു നശിപ്പിച്ചത് എന്ത് കാരണത്താലാ? ഹോമോസെക്ഷുവാലിറ്റി. ആണും പെണ്ണും പെണ്ണും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യത്തിന് അള്ളാഹു സുബ്ഹാനഹു ലൂത്ത് അലൈഹിസ്സലാമയുടെ സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ ആ ശിക്ഷ അവതരിപ്പിച്ചതിൽ, ആ ശിക്ഷ ഏൽപ്പിച്ചതിൽ ആരും അടങ്ങിയിട്ടുണ്ടായിരുന്നു? ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യയും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ശിക്ഷ ലഭിക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ സ്ഥലത്ത് ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യയുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ ഈ രൂപത്തിലുള്ള വൃത്തികേടിൽ ഏർപ്പെടുന്ന ഒരു പെണ്ണായിരുന്നോ? ആയിരുന്നോ? അല്ല, ഒരിക്കലല്ല. ഒരു നബിമാരുടെ ഭാര്യയും ഒരു വൃത്തികേടുകളും വ്യഭിചാരത്തിനും പോലത്തെ ഒരു വൃത്തികേടുകളിലും അവർ ഏർപ്പെട്ടിട്ടില്ല, ഒരു നബിയുടെ ഭാര്യ. മറിച്ച് അവരെ ആ ശിക്ഷയിൽ അള്ളാഹു സുബ്ഹാനഹു ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ? അവർക്ക് ആ ശിക്ഷ ഒരു പ്രശ്നമുള്ള, അവർക്ക് ആ ഒരു തിന്മ പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നില്ല. അവരങ്ങനെ ചെയ്തോട്ടെ, നമ്മളത് ചെയ്യാൻ നിൽക്കണ്ട. അവരത് ചെയ്തോട്ടെ, നമ്മളത് ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു മെന്റാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തിന്മയോട് ഉണ്ടാകാൻ പാടില്ല, ഒരു തിന്മയോടും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നതും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ നേരെ തിരിച്ചാണ്. ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകേണ്ടതില്ല, എല്ലാവരും അവരവരുടെ കാര്യവുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതൊരിക്കലും ഒരു മുസ്ലിമിന് ചേർന്ന കാര്യമല്ല. അവസാനമായിട്ട് പറയട്ടെ, സമയമായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും മുമ്പും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും, പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കേട്ടു എന്നുള്ളത് കൊണ്ടല്ലല്ലോ കാര്യം. കേട്ടു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല എന്നല്ല. നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനും ഈമാൻ വർദ്ധിക്കാനും ഒരുപാട് ഹൈറുകൾ അതിലുണ്ട്. പക്ഷെ ശരിക്കും അതുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്, മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ്. അതിന് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങേയറ്റം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, അങ്ങേയറ്റം പ്രാർത്ഥിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന, അത് എൻ്റെ ജീവിതത്തിൽ റബ്ബ് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ നിശ്ചയിച്ചു തന്നത് ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് അത്രയധികം ആവശ്യക്കാരനാണ് എന്നുള്ള ചിന്തയോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ റബ്ബിനോട് മനസ്സുരുകി തന്നെ എന്ത് ചെയ്യണം? കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ റബ്ബിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ അതിനുശേഷം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് അള്ളാഹു പഠിപ്പിച്ചെന്ന സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളും നബിമാരും അവരുടെ ചരിത്രം നമ്മൾക്ക് അവരെ പിൻപറ്റണമെങ്കിൽ നമ്മൾ സലഫി എന്നാ പറയാം. നമ്മളെ പരിചയപ്പെടുത്താൻ ഞാൻ സലഫിയാണെന്ന. സലഫുകളെ പിൻപറ്റുന്നവനാണ് സലഫി. നമുക്ക് സലഫുകൾ ആരാന്ന് പോലും അറിയില്ല, പിന്നെ നമ്മളെങ്ങനെ സലഫിയാവാം? ഇപ്പൊ ഇരിക്കുന്ന ആളുകളിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെ പേര് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരാള്. ബാക്കി ആരും സലഫികളല്ലേ? സലഫുകൾ അറിയാത്ത ഒരാൾ എങ്ങനെ സലഫിയാവാം? നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ അറിയാം, പ്ലേയിങ് 11 അറിയാം. ഇപ്പം ഈ അടുത്ത് വേൾഡ് കപ്പിൽ പുതിയ ടീം സെലക്ട് ചെയ്തു, ഇന്നലെ മിന്നാന്ന്. അതിൽ ആരൊക്കെയാണ് വിക്കറ്റ് കീപ്പർ, ആരൊക്കെയാണ് ക്യാപ്റ്റൻ, ആരൊക്കെയാണ് ബോളേഴ്സ്, അതിൽ സ്പിൻ ആരൊക്കെയാണ്, സ്പീഡ് ആരൊക്കെയാണ്, അടുത്ത ലെഫ്റ്റ് ബാറ്റ്സ്മാൻ ആരാണ്, റൈറ്റ് ബാറ്റ്സ്മാൻ ആരാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണ്, എല്ലാം അറിയാം. നമ്മുടെ മക്കൾക്കറിയാം. പക്ഷേ സ്വഹാബത്തിൽപ്പെട്ട 10 പേരെ ചോദിച്ചാൽ ഏറ്റവും മാക്സിമം പറയാം ഖുലഫാ റാഷിദീൻ 4 പേര് പറയും, പിന്നെ സ്റ്റോപ്പ് ആവും. നമ്മുടെ കൗമിന്റെ അവസ്ഥയാണ്. എന്നിട്ട് പേരിന് പറയാ സലഫിയാണെന്ന് പറയും. നമ്മളെങ്ങനെയാണ് സലഫിയാവുക? നമുക്ക് സലഫുകളെ പറ്റി അറിയാതെ ഒരിക്കലും പൂർണ്ണമായ സലഫിയാവാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. സലഫുകളെ പറ്റി അറിഞ്ഞ് അവരുടെ പാതയിൽ സഞ്ചരിക്കുന്നവനാണ് സലഫി.
ഒരാൾക്ക് സലഫുകളെ പറ്റി അറിയില്ലെങ്കിൽ അവൻ എങ്ങനെ സലഫിയാവും? നമ്മുടെ മക്കളുടെ കാതുകളിലേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകൾ ആരുടെ? സിനിമാ താരങ്ങളുടെ, സ്പോർട്സ് താരങ്ങളുടെ, മറ്റ് ഫേമസ് പേഴ്സണാലിറ്റികളുടെ ആണ് സ്വഹാബത്തിൻ്റെതിനേക്കാളെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന ശരിയായ രൂപത്തിലല്ല. മനസ്സിലാക്കിക്കോ. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരുടെ ചെവികളിലേക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് കേൾക്കപ്പെടുന്നത് ഇത്തരം വൃത്തികെട്ട മോശപ്പെട്ട ആളുകളുടെ പേരുകളാണെങ്കിൽ നമ്മുടെ മക്കൾ ശരിയായ റൂട്ടിലേക്ക് എത്തൂല. അവരൊരിക്കലും സ്വഹാബത്തിന് മാതൃകയാക്കൂല. ജീവിതത്തിൽ ഉടനീളം മണിക്കൂറുകൾ കണക്കെ മെസ്സിയുടെയും റൊണാൾഡോയും വീഡിയോകൾ കണ്ട് അവരുടെ സ്കില്ലുകളും മറ്റു കാര്യങ്ങളും ഗോളുകളും സെലിബ്രേഷനുകളൊക്കെ കണ്ട് അതിന്റെ പുറകെയും മറ്റു ക്രിക്കറ്റ് മാച്ചുകളൊക്കെ കണ്ട് രാത്രി മുഴുവൻ ചെലവഴിക്കുന്ന വിദ്യാർത്ഥി, ഒരു കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, അവൻ സ്വഹാബത്തിനെ പോലെ അബൂബക്കറിനെ ഉമറിനെ പോലെ ആവൂല. ഒരിക്കലും ആവൂല. എങ്ങനെ വളർന്നു വരുന്നു അങ്ങനെ ആവുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറയുന്ന വാക്ക് അത് സത്യസന്ധമായി തന്നെ പറയുന്നവരാകാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുൻഗാമികളെ നമ്മൾ പരമാവധി അറിയാനും അവരുടെ ജീവിതത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും ശരിയായ തൗഹീദിന്റെയും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ മനഹജിന്റെയും ഒക്കെ വക്താക്കളായി അത് ജീവിതത്തിൽ ശരിക്ക് പ്രാവർത്തിക വാക്കുകളിലോ അവകാശവാദങ്ങളിലോ അല്ല, ആരെങ്കിലും തോൽപ്പിച്ച് കാണിക്കാനോ എന്തെങ്കിലും കാണിച്ചു കൂട്ടാനോ അല്ല, ശരിക്ക് ജീവിതത്തിൽ അത് നടപ്പിലാക്കി പ്രാവർത്തികമാക്കി അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന് എങ്ങനെ തൃപ്തിപ്പെട്ടോ അതുപോലെ തന്നെ നമ്മളെയും റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിന് ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക.